ഭഗവത്ഗീതയിലെ അദ്ധ്യായം 2 സാഖ്യയോഗം. വിഷയം പരിപൂർണതയെ തിരിച്ചറിയുക. ശ്ലോകം: നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. 16-ാമത്തെ ശ്ലോകമാണിത്. അതിൻ്റെ വിശദീകരണം: ഇല്ലാത്തതിന് ഉണ്മയില്ല, ഉള്ളതിന് ഇല്ലായ്മയും ഇല്ല. ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാവുകയുമില്ല, ഉള്ള ഒരു കാര്യം ഇല്ലാതിരിക്കുകയും ചെയ്യില്ല. ഈ പരമാർത്ഥം തത്വദർശികൾ അറിയുന്നു. അസത്തായിരിക്കുന്നതിന് നിത്യത്വം ഇല്ല. അസത്തായിട്ടുള്ള കാര്യങ്ങൾ, സത്തല്ലാത്ത കാര്യങ്ങൾക്ക് നാശമുണ്ട്, അതിന് നിത്യത്വം ഇല്ല. ഇവിടെ അസത്തായിരിക്കുന്നത് പ്രപഞ്ചമാണ് എന്ന് വെച്ചാൽ പ്രപഞ്ചം നശിച്ചു പോകുന്നതാണ്. പ്രപഞ്ചത്തിന് നിത്യത്വം ഇല്ല. സത്തായിരിക്കുന്നതിന് ഒരിക്കലും നാശവുമില്ല. സത്തായിട്ടുള്ള കാര്യങ്ങൾ നശിക്കുന്നില്ല. ഇവിടെ സത്തായിരിക്കുന്നത് ബ്രഹ്മമാണ്. അപ്പോൾ ബ്രഹ്മം സത്താണ്, ബ്രഹ്മത്തിന് നാശമില്ല. പ്രപഞ്ചം അസത്താണ്, പ്രപഞ്ചത്തിന് നാശമുണ്ട്. ദേഹാദികൾക്ക് നാശമുണ്ട്. ദേഹാദികൾ എന്ന് പറയുന്നത് ദേഹത്തിന് നാശമുണ്ട്, പക്ഷേ ദേഹികൾക്ക് നാശമില്ല, ആത്മാവിന് നാശമില്ല. സാഖ്യം. സാഖ്യം എന്നത് ജ്ഞാനം എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ സാഖ്യം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. എന്നാൽ സാഖ്യം പ്രപഞ്ച നിർമ്മാണത്തെക്കുറിച്ചാണ് സാഖ്യദർശനം വിശദീകരിക്കുന്നത്. യുക്തി കൊണ്ടും ന്യായം കൊണ്ടും വിശകലനം ചെയ്യുന്നതാണ് സാഖ്യദർശനം. യുക്തിഭദ്രമായിട്ടുള്ള ഭാരതീയ ദർശനങ്ങൾക്ക് അടിത്തറ പാകിയിട്ടുള്ള ഒരു ദർശനമാണ് സാഖ്യദർശനം.